ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ച പോലെ സഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു കുടുംബം, വിശുദ്ധരടങ്ങുന്ന ഒരു കുടുംബം, ഒരു വിധവയായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും വധിക്കപ്പെട്ടു. അതിനുശേഷം ഈ വിധവ അതുപോലെ 7 മക്കൾ, ട്രോജൻ ചക്രവർത്തിയുടെ കാലത്ത് ഒരുപാട് പീഡനങ്ങൾ നടന്നു. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ആൻഡ്രിയൻ, അദ്ദേഹവും ഒരുപാട് പീഡനങ്ങൾ അഴിച്ചുവിട്ടു വിശ്വാസികൾക്കെതിരെ. ഇപ്പോൾ അവർക്ക് വിജാതീയ ദേവന്മാരും അവർക്ക് ബലിയർപ്പണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ അവർ പറഞ്ഞു, ഈ സിംബ്രോസയും മക്കളും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ദൈവത്തെ അല്ല അവർ ആരാധിക്കുന്നത്. അവർ വന്നാൽ അവർ നമ്മുടെ ദൈവത്തെ ആരാധിച്ചാൽ വിജാതീയ ദൈവമാണ്, ഒരുപാട് അനുഗ്രഹം നമ്മുടെ ദേശത്തിനുണ്ടാവും. ഇനി അതനുസരിച്ച് അവരെ വിളിച്ച് അവരോട് ഈ ദൈവത്തെ, ഈ അന്യദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ചെയ്യില്ല, ഞങ്ങളത് ചെയ്യില്ല. എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു അവർ മരണം പ്രാപിച്ചു. ജനങ്ങൾ പുച്ഛിച്ച് സംസാരിച്ചു, പക്ഷേ സ്വർഗം അതിൽ ആനന്ദിച്ചു. അപ്പം അതുകൊണ്ട് ആ മാർഗത്തിലൂടെ അല്ലാതെ ഞങ്ങൾ പോകത്തില്ല. നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ മനസ്സ് വെക്കത്തില്ല. എന്തെല്ലാം പീഡനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് ഏറ്റെടുക്കും. 2 മക്കബായർ 7-ാം അധ്യായത്തിലെ ഒരു വിധവയും 7 മക്കളും ഏതാണ്ട് അതുപോലെ തന്നെ ഈ കുടുംബത്തിന് സംഭവിച്ചു. നമുക്കറിയാമല്ലോ, 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിധവയായതിൻ്റെ ദുഃഖങ്ങളും വേദനകളും. അത് പോരാഞ്ഞിട്ട് അവളെ വിളിച്ചു വരുത്തി, മക്കളെയും വരുത്തി, അന്യദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. സത്യദൈവത്തിലുള്ള ആ വിശ്വാസം കൈവിടാൻ പറഞ്ഞു. സമ്മതിച്ചില്ല. പീഡനമുറ തുടങ്ങി. ഓരോരുത്തരെയും ഏത് രീതിയിലാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന് ഈ അധ്യായം വായിച്ചാൽ തന്നെ, 2 മക്കബായർ 7-ാം അധ്യായം വായിച്ചാൽ തന്നെ നമ്മുടെ ചങ്ക് പടയ്ക്കും. അതുപോലെ ഒരമ്മയുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ പിടിച്ച് കൈയും കാലും വെട്ടുന്നു. വേറൊരുത്തൻ്റെ തലേന്ന് തൊലി, അവനെ കൊന്നിട്ടില്ല, അല്ലാതെ തന്നെ ജീവനോടെ നിർത്തി തലേന്ന് തൊലി ഉരിഞ്ഞെടുക്കുന്നു. ഒരുത്തനെ എടുത്ത് വറചട്ടിക്കകത്തിടുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും ആ അമ്മ ധൈര്യപൂർവ്വം പറഞ്ഞൊരു കാര്യം, മക്കളെ, ഇവരെ ആരും പേടിക്കണ്ട. ഈ ഭീകരന്മാരെ അല്ല നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കണം. നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, മരണാനന്തര ഒരു ജീവിതമുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുണ്ട് നിങ്ങളുടെ കൂടെ. അമ്മയെ ഇവരേതായാലും നിങ്ങളെ കൊന്നു കഴിയുമ്പോഴത്തേക്കും അമ്മയും കൊല്ലും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്തസാക്ഷിത്വം വരിക്കാം. എന്തൊരു ചങ്കൂറ്റായിരുന്നു, എന്തൊരു അഭിഷേകം, ആത്മീയ കരുത്ത് ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക. അവർ അപ്രകാരം വീരോചിതമായിട്ട് മരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ്, സിംബ്രോസയും മക്കളും അതുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിന്നു. ദൈവത്തെ വിട്ട് അന്യദൈവത്തെ ആരാധിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ട, ഇനി അതിന് പകരം ഞങ്ങൾക്ക് നിങ്ങൾ തരാൻ പോകുന്നത് പീഡനമാണോ, ആയിക്കോട്ടെ, എത്ര വലിയ സഹനം വന്നാലും അതെടുക്കും. ഇവരാരും കരഞ്ഞു നിരോളിച്ച് നിരാശപ്പെട്ട് ദൈവത്തെ പഴിച്ചോ മറ്റുള്ളവരെ പഴിച്ചോ ഒന്നും അല്ല. ഇവർ രക്തസാക്ഷിത്വം ഏറ്റെടുത്തത് സന്തോഷത്തോടെ. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വേർ ദർ ഈസ് ലവ് ദർ ഈസ് നോ സാക്രിഫൈസ്. സ്നേഹമുള്ളിടത്ത് ത്യാഗമില്ല. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ത്യാഗം എടുക്കുകയല്ലെന്നാണോ? ഒരിക്കലുമല്ല. സ്നേഹമുള്ളവരെ ദൈവം സംരക്ഷിക്കും, ദൈവം ശക്തിപ്പെടുത്തും. അപ്പോൾ അവർ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തെ പ്രതി എടുക്കുന്ന ആ സഹനങ്ങൾ അത് അതിഭയങ്കരമായിട്ട് അവർക്ക് തോന്നത്തില്ല, മധുരമായിട്ട് അവർക്ക് അനുഭവപ്പെടും. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ളവരെ ദൈവം പരിപാലിക്കും. ഈ ഭൂമിയിൽ എത്രമാത്രം നമുക്ക് സഹനങ്ങൾ, ക്ലേശങ്ങൾ വന്നാലും ദൈവം നമുക്ക് സ്വർഗത്തിൽ നിത്യമഹത്വം കൽപ്പിച്ചരുളും എന്നുള്ളത് ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസും അതുകൊണ്ടാണ് അപ്രകാരം സംസാരിച്ചത്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു ഇതിന് വിരുദ്ധമായൊരു കാര്യം.
ദൈവത്തെ മറന്ന് ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തു. അവരുടെ മേൽ വരുന്ന ശിക്ഷ, അത് ദൈവം പറയാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും മാറാൻ പറ്റത്തില്ല. ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിരിക്കും. കാരണം അവർക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടി, നന്മ അറിയാനുള്ള അവസരങ്ങൾ കിട്ടി. അതെല്ലാം കഴിഞ്ഞിട്ടും അതനുസരിച്ചല്ല അവർ ജീവിക്കാൻ തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളത് കർത്താവ് പ്രഖ്യാപിച്ചത്. സുവിശേഷഭാഗം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെ എടുത്തു കാണിക്കുകയാണ്. ദൈവം യേശുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അതുകൊണ്ടാണ് ഈ സൗമ്യതയുള്ള യേശു എന്ന് നമുക്ക് പറയാൻ പറ്റുക. സൗമ്യതയുടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശാന്തത, വിനയം. ഇത് രണ്ടും യേശുവിലുണ്ടായിരുന്നു. ഈ യേശുവിൽ നിന്നും പഠിക്കേണ്ടവരാണ്. നമ്മുടെയൊക്കെ ഹൃദയം ആ രീതിയിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടവരാണ്. നമുക്കറിയാമല്ലോ, സഹനത്തിന് മുമ്പിൽ എന്തായിരുന്നു യേശു ഏറ്റെടുത്ത സ്റ്റാൻഡ്? അവിടെ കിടന്ന് ഒച്ചയും ബഹളവും വെക്കുകയോ അല്ലെങ്കിൽ പരാതി പരിഭവം പറയുകയോ മറ്റുള്ളവരെ പഴിക്കുകയോ ഒന്നുമില്ലായിരുന്നു. അതൊന്നും ഇല്ലാതെ വളരെ ശാന്തനായിട്ട് അതെല്ലാം ഏറ്റെടുത്ത ഒരു അവസ്ഥ. ദൈവമക്കളായി നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് ഈ സ്വഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്. യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണാനുള്ള ഒരാത്മീയ കരുത്ത്, അതാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്ന ഈ കുടുംബത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് തേടുകയും ചെയ്യാം.